നോക്കടാ, എന്നെ ഒന്ന് നോക്കടാ അരവിന്ദ. മൂത്തൊഴിക്കാനായിട്ട് ഇങ്ങിടിരുന്ന കാറ്റ് കൊണ്ട് തണുക്കുമ്പോ രണ്ടിറ്റ് പോയാലായി. മൂത്ര തടസ്സം അവന്റെ ഒരു നമ്പരാ. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെയോ? പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോത്സ്യം പറഞ്ഞേ. സ്പീഡ് പേടിയുണ്ടോ? ഗുഡ്. നെക്സ്റ്റ്. ഇവിടെ ഇപ്പൊ 2 പോയിന്റ് കൂടി ഉണ്ട്. ഇപ്പൊ 4. ഇവിടെ ഇപ്പൊ ഫുൾ റേഞ്ചാ. ഞാൻ എന്ത് ചെയ്താലും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാറുള്ളൂ. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം. ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ ദയവ് തന്നെ ഒരു മുതലാളിയായിട്ട് കാണരുത്. നീ മരണമാസാടാ, വേറെ ലെവലാടാ നീ. ഇരട്ടകളാ, അതുപോലെ തന്നെ പരട്ടകളും. ആ കുട്ടിയുടെ അവസ്ഥ വിവരിക്കാൻ ഇതിനേക്കാൾ നല്ല ഡയലോഗ് ഇല്ല സാർ. അതെ, നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹം ഒന്നായി സ്ഥിതിക്ക് നമുക്ക് അതിനുവേണ്ടി ഒന്ന് ഒരുമിച്ച് പരിശ്രമിച്ചാലോ? ഒരു ഒത്തുതീർപ്പാകാം. എങ്കിലേ നമ്മൾ രണ്ടും രക്ഷപ്പെടും. ഓക്കെ, രണ്ടുപേരും എനിക്കൊരു തലവേദന ആകരുത്. ഞാൻ മോസ്തുതി പറയല്ല, ലക്ഷ്മിയെ പോലെ ഇത്രയും ബിസിനസ് മൈൻഡുള്ള ആളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കേട്ടോ മാവാ, തൊട്ടടുത്തെടുത്തിക്കൊണ്ട് പറയല്ല, ഇതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു ബിസിനസ്മാനെ ഞാൻ എന്റെ ജീവിതത്തിലും കണ്ടിട്ടില്ല. അല്ലേടാ ലക്ഷ്മി, നിന്റെ ബുദ്ധിയും എന്റെ പ്രയത്നം കൂടെ ആയപ്പോ നമ്മുടെ ഭാരതത്തോട്ടം ഫലഭൂഷ്ടായത് കണ്ടില്ലേ? ഇയാൾ എന്തോ കാണിക്കുന്നത്? അമ്മാനോട് വന്ന 2 കെട്ട് കിട്ടി. നീ എത്ര ചാക്കാരുടെ ചോറ് എന്റെ വീട്ടിൽ കൊണ്ടിട്ടുണ്ടാവും? അതിൽ 1 കിലോ അരിയുടെ 100 ഗ്രാം ഉപ്പിന്റെയെങ്കിലും നന്ദി നിനക്ക് എന്നോട് കാണിച്ചുകൂടെ? ഒരു സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാൻ ഇതൊന്ന് പമ്പി കയറ്റി കൂടെ? എന്റെ വണ്ടിക്ക് അങ്ങനെയുള്ള അതിമോഹമൊന്നുമില്ല. നീ ഇങ്ങനെ ലൂണയും ചവിട്ടി മുനിവേഷം കെട്ടി ഒടുവിൽ ജമ്മം പാഴാവുന്ന എന്റെ സംശയം. ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? ഇനി രാവണന്റെ വരവാണ്. ഇനി പേടിക്കണ്ട മക്കളെ, വേട്ട തുടങ്ങിക്കഴിഞ്ഞു. അവൻ അത്രയ്ക്ക് വലിയ ഗാങ്സ്റ്റർ ആണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. കുറച്ച് ദിവസമായിട്ട് ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നല്ലോ. നിന്നെയൊക്കെ നന്നാക്കാൻ വേണ്ടി വന്നിറങ്ങിയ ആ ഒറ്റക്കണ്ണന്റെ റേഞ്ച് എന്താണെന്നറിയാൻ വേണ്ടി കറങ്ങിയതാ. കറക്കം ഔട്ട് ഓഫ് സ്റ്റേറ്റ് വിട്ട് ഔട്ട് ഓഫ് നേഷൻ വരെ എത്തി. ഞങ്ങൾ ഹോൾസെയിൽ കൊടുക്കുന്നിടത്ത് നിങ്ങൾ കച്ചവടം തുടങ്ങി. അപ്പോഴും ഞങ്ങൾ മിണ്ടാണ്ടിരുന്നു. ഇപ്പൊ നിങ്ങൾ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കൊടുക്കണേക്കാൾ 20 രൂപ കുറച്ച് കൊടുക്കുന്ന പരിപാടി. അതങ്ങനെ നിർത്തിക്കാം. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാ. പോരുന്നോ എന്റെ കൂടെ? അടുത്ത ജംഗ്ഷന് വിടാം, അവിടെ ആകുമ്പോ കുറച്ചുകൂടി കച്ചവടം കിട്ടും. ഞാനതൊരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത്, ഒരു ജീവകാരുണ്യ പ്രവർത്തനം. എനിക്കൊരു സ്വപ്നം പോലെ തോന്നുക. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. എന്നോട് ഇത്രയും ശത്രുത വിചാരിക്കരുത്. അറിവില്ലായ്മ മൂലം അല്പം അഹകരിച്ചു പോയി. കൈമളെ, സത്യം പറയണം, ഇതിലെന്തോ ചുറ്റിക്കളിയില്ലേ? അമ്മാമയെ പറ്റിക്കാനും എന്റെ തമ്പുരാൻ പദവി തെറിപ്പിക്കാനുള്ള
തന്റെ വേലയല്ലേ ഇതെല്ലാം? കംപ്ലീറ്റ് കള്ളത്തരവാ. തെളിക്കോ? തെളിച്ചോ? ഇത് ഞാൻ തെളിയിക്കും. തമ്പുരാനാവേണ്ടത് എന്റെ ആവശ്യമായി പോയില്ലേ? സീറ്റ് ബെൽറ്റ് ഇടും. ഭീകരൻ കൊട്ടും ഭീകരൻ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ തന്നെ എനിക്ക് നന്ദിയുണ്ട്. എല്ലാരും ഹാപ്പി അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ മോന് ഹാപ്പി അല്ലേ?